ഈശോയെ വിരുന്നിന് ക്ഷണിക്കുന്ന ഫരിസേയൻ ചോദിച്ചത് ഒരു ചെറിയ ചോദ്യമാണ്, നീ എന്താ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? പക്ഷേ ഈശോ അതിന് മറുപടി നൽകുന്നത് വിഡ്ഢിയെന്ന് വിളിച്ചുകൊണ്ടാണ്, ഫൂൾ. ഇത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിലും ഈശോ വേറൊരാളെ വിഡ്ഢിയെന്ന് വിളിക്കുന്നുണ്ട്, വിഡ്ഢിയായ ധനികൻ. ഈ രണ്ടുപേരും എന്തിനാ ഈശോ വിഡ്ഢിയെന്ന് വിളിച്ചേ? ഈ രണ്ടുപേരും ശരീരത്തെക്കുറിച്ച് ധാരാളം ചിന്തിച്ച ആൾക്കാരാണ്. ആത്മാവിനെക്കുറിച്ച് ഒരു മറന്നുപോയി. വിഡ്ഢിയായ ധനികൻ കോർപ്പറേറ്റ് സ്വപ്നങ്ങളാണ് അയാൾക്ക്. വലിയ ഗോഡൗണൊക്കെ ഉണ്ടാക്കണം, ശരീരത്തിൻ്റെ തൃപ്തിയെക്കുറിച്ച്. അപ്പോഴാണ് ദൈവം വന്നിട്ട് പറയുന്നത്, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്തുകൊണ്ട് പോയാൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകാം? ആത്മാവിനെ എടുത്തുകൊണ്ട് പോയാൽ. അവൻ ആത്മാവിനെക്കുറിച്ച് ബോധേടല്ല, സമ്പാദ്യമൊന്നും അല്ല എന്നവൻ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവനെ വിഡ്ഢിയെന്ന് വിളിക്കുന്നത്. ഇനി ഈശോന് വിരുന്ന് കൊടുത്ത ഫരിസേയൻ, അവൻ ശരീരത്തിൻ്റെ വൃത്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആത്മാവിനെക്കുറിച്ചുള്ള ബോധറേഷൻസ് ഒന്നുമില്ല. കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആത്മാവിന് പ്രാധാന്യം കൊടുക്കാതെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ ഈശോ വിഡ്ഢിയെന്ന് വിളിക്കും. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞേ, നിങ്ങളെന്തിനാ ശരീരത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നത്? ആത്മാവിനെ കൊല്ലാൻ കഴിയുള്ളവനെയാണ് ഭയപ്പെടേണ്ടത്. അപ്പോൾ ആത്മാവാണ് പ്രധാനപ്പെട്ടത്, ആത്മാവല്ല ശരീരമാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടവും നമ്മുടെ കരുതലും നമ്മുടെ ശ്രദ്ധയും പേടിയും ഒക്കെ നമ്മളെ വിഡ്ഢികളാക്കി തീർക്കുന്നു.